ഇങ്ങനെ അതൊക്കെ കടുക് വറുത്ത് കൊട്ടി അടിപൊളി ടേസ്റ്റാക്കി. എൻ്റെ അമ്മോ, ഈ ചക്കക്കുരു ഉപ്പേരിയിൽ തന്നവരോട് പറയട്ടെ ഞാനിനി. ഹലോ, ഇന്ന് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് എന്താ അറിയോ? ചക്കക്കുരു. ഇത് കണ്ടോളൂ, കാണുന്നല്ലോ. ഇപ്പം ചക്കയുടെയൊക്കെ സീസണാണ്. എനിക്ക് നല്ല മധുരമുള്ള പഴുത്ത ചക്ക കിട്ടി. അതിലത്തെ കുരുവാണിത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇന്നൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ ചക്കയുടെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ പറയേണ്ട ആവശ്യമില്ല. ചക്കക്കുരു നല്ലതാണ് ദേഹത്തിന്. അത് നമ്മൾ പണ്ടൊക്കെ എന്തോ ചക്കക്കുരു കഴിക്കാന്ന് പറയുന്നത് വളരെ എന്തൊരു കുറവുമാതിരി, നിഷിദ്ധമാതിരിയൊക്കെ കരുതിയിട്ടുണ്ട്. ഇപ്പം ചക്കയും ചക്കയുടെ ഭാഗങ്ങളും ഡയബറ്റീസുകാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് നല്ലതാണ്. വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, അതേമാതിരി നിറയെ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ എപ്പോഴും ചക്കക്കുരു കിട്ടിയാൽ കഴിക്കാൻ നോക്കുക. കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും അത് ഏതെങ്കിലും വിധത്തിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ നോക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോളൂ, എൻ്റെ ഇത്രയും ചക്കക്കുരു കണ്ടോ, ഇത്രയും ഉണ്ട് ചക്കക്കുരു. ഇത് വെച്ചിട്ട് ഇന്ന് ഞാൻ നല്ലൊരു തോരന്മാരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ആ ചക്കക്കുരുവിനെ ഞാനൊന്ന് മുറിച്ചിട്ടില്ല, അത് മുറിക്കട്ടെ. ഇപ്പം ഞാൻ ചക്കക്കുരുവൊക്കെ കണ്ടോ ഇങ്ങനെ നന്നായി ചതച്ചു. ഞാൻ മുറിച്ചിരിക്കുകയല്ല കേട്ടോ, ഒരു കുഴവി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ചതുക്കിയെടുത്തു. ഇപ്പം ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി, വലിയ ഉള്ളി വേണം കേട്ടോ, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞളും ഇട്ടിട്ട്, മഞ്ഞളിടുക, ഉപ്പിടുക. ഇതിന് വേവിക്കാൻ വയ്ക്കാൻ പോകുന്നു കേട്ടോ. എന്നിട്ട് വേവിച്ചിട്ട് കാണിക്കാൻ ഞാൻ ഇതിലേക്ക് എന്തൊക്കെയാണ് ഞാനിനി ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നോക്കാമല്ലോ എന്തൊക്കെയാണെന്ന്. 2-3 ഉള്ളി ഇതിലിട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇട്ടിരിക്കണേ. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 2-3 ചെറിയ വെളുത്തുള്ളി ചേർക്കാം. ജീരകം, കറിവേപ്പില, പിന്നെ എന്താ തേങ്ങ, 1 സ്പൂൺ മുളക് അവരവരെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചതച്ചിട്ട് വരാം. ഇപ്പോൾ നോക്കിക്കോളൂ, എൻ്റെ ചക്കക്കുരുവൊക്കെ നല്ലോണം വെന്ത് ലേശം അതിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ആ വെള്ളം കൂടി ഒന്ന് വിടിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യണം അറിയോ? ഈ അരച്ചതിനെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് പിന്നെ കടുക് താളിച്ചിടും. നിങ്ങൾക്ക് ഇത് നേരെ വിപരീതമായിട്ട് ചെയ്യാം കേട്ടോ. ഞാനിനിയിപ്പോൾ ഒരു കടുക് പൊട്ടിക്കൽ നടത്താൻ പോകുന്നുണ്ട്, അത് വേറെ. ഇപ്പോൾ ഈ കണ്ടോ ചതച്ചത്, ഇതാണ് ഞാൻ പ്ലേറ്റിൽ ചതച്ചത്. ഇതിന് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇങ്ങനെ കൊട്ടുക. ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട്, ഇതെന്തിനാ അറിയോ? നോക്കിക്കോളൂ, ഞാനിപ്പോൾ പറയാം. എന്നിട്ട് എന്തിനാ അറിയോ ഞാനിങ്ങനെ ചെയ്യുന്നത്? ആ വെള്ളത്തിൽ കൂടി കടന്നിട്ട് ആ തേങ്ങയും ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. കണ്ടോ, ഇപ്പം ഞാൻ കടുകൊക്കെ ഇതിലേക്ക് ഇട്ടുകയാണ്. കുറച്ച് കടുകും മുളകും കൂടി ഇട്ടു. എന്നിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഈ ചക്കക്കുരു ഉപ്പേരിയിലേക്ക് ഇത് ചേർക്കും. കണ്ടോ, ഇനി ഇതിനെ ഞാൻ ഓഫ് ചെയ്യും. ഇപ്പം എൻ്റെ അടിപൊളി. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്കറിയില്ല. ഞാൻ ഉള്ളിയും മുളകും അരച്ചിട്ട് ചേർത്തിട്ട് നല്ലോണം മുരിച്ചിട്ട് മുഴുക്ക് വരട്ടി വഴിയാക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഒരു ഡിഫറൻറ്റ് സ്റ്റൈൽ ചെയ്ത് ഇങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഒരു വിധം ചെയ്യുന്നത് ചക്കക്കുരു വേവിച്ചിട്ട് പൊടിക്കുക, അങ്ങനെയും ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങയിടും, അങ്ങനെയും ചെയ്യുമ്പോൾ തേങ്ങയിടും. പക്ഷെ മുഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ ഇടാറില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടർഫുൾ ചക്കക്കുരു ഉപ്പേരി റെഡിയായി. ഇനി ഞാൻ ഇതിനെ എൻ്റെ പാനിലേക്ക് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ചക്കക്കുരു ഉപ്പേരി കണ്ടുവല്ലോ. തോരൻ എന്ന് പറയാൻ പറ്റില്ല. തോരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊടിയെ മുറിച്ചതല്ല, ചക്കക്കുരു തോരൻ തന്നെ പറയാം. റെഡിയായി. അപ്പോൾ എനിക്ക് ചക്കക്കുരുവും ചക്കയും തന്ന ആളെ ഞാനിപ്പോൾ സ്മരിക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ചക്ക തിന്നിരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു. ആ ചക്ക എൻ്റെ ഒരു കസിൻ തന്നതാണ്. അവരുടെ വീട്ടിലുണ്ടായതാണ്. മുറിച്ചെടുത്തത് എന്തൊരു മധുരമായിരുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ അവരോട് ഞാൻ ഈ ചക്കക്കുരും ചക്കയും തന്നതിന്
ഒരു നന്ദി പറയുന്നു. അവരുടെ പേര് പുഷ്പം പോലെയുള്ള ചക്കയാണ് തന്നത്. അപ്പോൾ ഞാൻ അതും കൂടി മെൻഷൻ ചെയ്യാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. All of you just remain positive.